ഞാൻ വന്നിട്ടുള്ളത് ഒരു അച്ചാറിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇത് മാർക്കറ്റിൽ എപ്പോഴും അവൈലബിൾ ആയിട്ട് കിട്ടുന്ന മത്തങ്ങ വെച്ചിട്ടാണ് ഞാനിവിടെ അച്ചാർ ഉണ്ടാക്കുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതുണ്ടാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് 1/2 കിലോ മത്തയാണ്. മത്ത തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കിയിട്ട് ചെറിയ പീസാക്കുക. നമ്മൾ മാങ്ങാച്ചാറിനൊക്കെ ആക്കുന്നത് പോലെ ചെറിയ ചെറിയ പീസാക്കി എടുക്കുക. ഒരിക്കലും വലിയ പീസാക്കരുത്. ചെറിയ പീസാണ് എപ്പോഴും ടേസ്റ്റ് ഉണ്ടാവുക. 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് മീഡിയം സൈസ് ഇഞ്ചി, 8 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. നാടൻ വെളുത്തുള്ളി ആണെന്നുണ്ടെങ്കിൽ ഇത്രയും അധികം ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ ആവശ്യമില്ല, കുറച്ചും കൂടി ഫ്ലേവർ കൂടും. അപ്പോൾ മാക്സിമം അത് എടുക്കാൻ നോക്കുക. നാടൻ ഇഞ്ചി വെളുത്തുള്ളി ആകുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് കൂടും. പിന്നെ ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില ആവശ്യമുണ്ട്. ഇനി ഒരു ബൗളിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ എന്ന് പറയുന്നത് 2 ടീസ്പൂൺ മുളക് പൊടിയാണ്. പിന്നെ 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി. ഇതിട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക. 1 ടീസ്പൂണ് കടുക്, 1/2 ടീസ്പൂൺ ഉലുവ, 1/2 ടീസ്പൂണ് കായം, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്. പിന്നെ നല്ലെണ്ണ വേണം. നമ്മൾ അച്ചാർ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും നല്ലെണ്ണ യൂസ് ചെയ്യുക, വെളിച്ചെണ്ണ യൂസ് ചെയ്യരുത്. പിന്നെ 1/2 കപ്പ് വിനെഗർ, ആപ്പിൾ സീഡ് വിനെഗർ അല്ലെങ്കിൽ സാദാ വിനെഗർ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇനി നമുക്കിത് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് നല്ലെണ്ണ 2 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കുക. എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ കടുക് ഇട്ട് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. കടുക് നന്നായിട്ട് പൊട്ടിക്കഴിഞ്ഞാൽ അതിലേക്ക് 1/2 ടീസ്പൂണ് ഉലുവ ചേർത്തി കൊടുക്കുക. ഉലുവ ഒന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഉലുവ കരിഞ്ഞു പോകാതെ നോക്കണം. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് വെളുത്തുള്ളി ചതക്കിയത് ചേർത്ത് കൊടുക്കുക. വെളുത്തുള്ളി പേസ്റ്റ് ആക്കുന്നേക്കാളും നല്ലത് ചതക്കി ചേർത്ത് കൊടുക്കുകയാണ്. അച്ചാറൊക്കെ ആകുമ്പോൾ പേസ്റ്റ് ആക്കുന്നേക്കാളും ടേസ്റ്റ് ഉണ്ടാവുക ചതക്കി ചേർത്ത് കൊടുക്കുമ്പോഴാണ്. അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക. പച്ചമണം മാറിക്കഴിഞ്ഞാൽ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ഇഞ്ചി ചതക്കിയിട്ട് അതും കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പച്ചമുളക് ചതക്കി ചേർത്ത് കൊടുക്കുക. അതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതിൻ്റെ പച്ചമണം മാറണം, അല്ലെങ്കിൽ അച്ചാറിന് അത്ര ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ചെയ്യണം. നന്നായിട്ടൊന്ന് മൂത്ത് കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടില്ല മുളക് പൊടി മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. എപ്പോഴും ലോ ഫ്ലെയിമിലിടണം മസാലപ്പൊടിയോട് ഇടുമ്പോൾ, അല്ലെങ്കിൽ അത് കരിഞ്ഞിട്ട് അതിൻ്റെ ഫ്ലേവർ മാറും. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിൻ്റെ ഈ പൊടികളൊക്കെ ഒന്ന് മൂത്ത് വരട്ടെ, അതുവരെ ജസ്റ്റ് ഒന്ന് അങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുക. പൊടികളൊക്കെ നന്നായിട്ട് മൂത്ത് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടില്ല 1/2 കപ്പ് വിനെഗർ ഒഴിച്ചു കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക. ഉപ്പ് ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് തിളപ്പിക്കാൻ വെക്കുക. ഇപ്പോൾ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള മത്തങ്ങ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. എല്ലാ ഭാഗവും നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് മിക്സായി വരട്ടെ. ഇതിലേക്ക് വെള്ളമൊന്നും ഒഴിക്കരുത്. ഈ സുറുക്കയിൽ തന്നെ കിടന്നിട്ട് ഈ മത്തങ്ങ വെന്ത് കിട്ടണം. അപ്പോൾ നമുക്ക് എല്ലാതും നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അടച്ചു വെച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചെടുക്കാം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം, നമ്മൾ അടി പിടിക്കണം നോക്കണം, വെള്ളം ഒഴിക്കാത്തതുകൊണ്ട്. അപ്പം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് അടച്ചു വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. മത്തങ്ങ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതിലത്തെ സോർക്കൊക്കെ വറ്റി പാകമായിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂണ് കായത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുക. കായത്തിൻ്റെ പൊടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്കിത് വേഗം അടച്ചു വെക്കാം. കായത്തിൻ്റെ പൊടി ചേർത്ത് കഴിഞ്ഞ് പിന്നെ നമ്മളിത് തുറന്ന് വെച്ച് ഇങ്ങനെ ചൂടാക്കരുത്. കാരണം
അതിൻ്റെ മണം, കായത്തിൻ്റെ നല്ല മണമൊക്കെ പോകും. അപ്പോൾ അതുകൊണ്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് അടച്ചു വെക്കാം. ഇത് മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ ഉടഞ്ഞു പോവാതെ സൂക്ഷിച്ചിട്ട് മിക്സ് ചെയ്യണം. അതിനുശേഷം നമുക്കിത് അടച്ചു വെക്കാം. ഇനി ചൂടാറിയതിന് ശേഷം നമുക്കിത് ഒരു ഗ്ലാസിൻ്റെ കണ്ടെയ്നറിൽ മാറ്റിയിട്ട് സൂക്ഷിച്ചു വെക്കാം. ഈ അച്ചാറുണ്ടാക്കിയാലുള്ള ഗുണം എന്ന് പറയുന്നത് നമുക്ക് അപ്പം തൊട്ടേ യൂസ് ചെയ്ത് തുടങ്ങാം. സാധാരണ അച്ചാറുണ്ടാക്കി കഴിഞ്ഞാൽ കുറച്ച് വെയിറ്റ് ചെയ്തിട്ടൊക്കെയല്ലേ നമുക്ക് കഴിക്കാൻ പറ്റുള്ളൂ, ഒന്ന് പാകമായി വരണ്ടേ. ഇത് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അത് ഉണ്ടാക്കിയാൽ അന്ന് മുതലേ നമുക്കിത് യൂസ് ചെയ്ത് തുടങ്ങാം. പിന്നെ ഇത് മത്തങ്ങയുടെ അച്ചാർ നമുക്ക് കഴിച്ചാൽ ഒരിക്കലും മനസ്സിലാവില്ല. കറക്റ്റ് മാങ്ങ അച്ചാറിൻ്റെ കറക്റ്റ് ടേസ്റ്റാണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. നല്ല ഈസി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് പറയാം. താങ്ക്